അവരിൽ ആരെങ്കിലും സിദ്ധാർത്ഥ സാറിനെ ആക്രമിച്ചാല്? അതിപ്പോ ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം മൂടി വെച്ച് സ്വാമിക്ക് എന്തും ചെയ്യാലോ. മാഡത്തിന്റെ മോനും ചെയ്യാം. ദേ സ്വാമി, ആവശ്യമില്ലാതെ എന്റെ കുഞ്ഞിന്റെ പേര് വലിച്ചിട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ സ്വാമിയെ നോട്ട് വിട്ട് വെച്ചേക്കോ. സിദ്ധുവിനൊന്നും സംഭവിക്കില്ല സ്വാമി. നമ്മളെപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി. നല്ലത് മാത്രം സംഭവിക്കട്ടെ. പിന്നെ സാറേ, അടുത്ത ദിവസം ക്ലിനിക്കിന്റെ കെട്ടിടം കാണാൻ പോകുന്നുണ്ട്. നിങ്ങളും വരണമെന്ന് സാറ് പറഞ്ഞു. സ്വാമി അല്ലല്ലോ ഞങ്ങളെ ക്ഷണിക്കേണ്ടത്. എന്നോട് പറഞ്ഞത് ഞാൻ അറിയിച്ചു, അത്രേ ഉള്ളൂ. എന്നാ മറുപടി കൂടി സ്വാമി അങ്ങ് പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് വരാൻ സൗകര്യമില്ലെന്ന്. നിങ്ങൾ രണ്ടും പുറത്തും സ്വാമി അകത്തും. അടിബലെ കുടിക്കഞ്ഞി. ഞാൻ പറഞ്ഞത് വല്ല അച്ഛൻ കേട്ടോ? അച്ഛൻ പിന്നെ കേൾക്കത്തില്ല. കറാച്ചിയിൽ വെടിപൊട്ടിയാൽ ഇങ്ങ് കാലിക്കട്ടിൽ കേൾക്കുന്ന ആളാ അച്ഛൻ. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? സിദ്ധുവിന്റെ കാര്യത്തിൽ ഇത്തരം ഊഹങ്ങളൊക്കെ നിന്നോട് ആരാ പ്രേമേ പറഞ്ഞത്? ആ ശരത്തല്ലേ? അതെ അച്ഛാ. അവനൊരു ഗജ ഫ്രോഡാ അച്ഛാ. കലക്ക വെള്ളത്തിലെ നല്ല ഒന്നാം തരം മീൻപിടുത്തക്കാരൻ. അവൻ പറഞ്ഞത് ഇവളല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കും? അങ്ങനെയല്ല ചേട്ടച്ച. അയാള് ചില സാധ്യതകളാ ചേച്ചിയമ്മയോട് പറഞ്ഞത്. കേട്ടപ്പോ എനിക്കും അതിൽ കഴമ്പുള്ളതായിട്ട് തോന്നി. രംഗ, ഒരു സാധ്യതയും തള്ളിക്കളയണ്ട. ആര് പറഞ്ഞ വഴിയാണെങ്കിലും ആരുടെ ഊഹമാണെങ്കിലും ആ വഴിക്ക് കൂടെ ഒന്ന് അന്വേഷിക്കണം. ശരി അച്ഛൻ.